3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അല്ലെങ്കിൽ 3 കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാവും. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം, ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കണം. അപ്പോൾ ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷനുകൾ, നമ്മുടെ ജീവിതത്തിലെ മൊത്തം ആക്ഷനുകൾ 3 തരത്തിലാണ് വരുന്നത്. 1 മെൻ്റൽ ആക്ഷൻ, 2 ഫിസിക്കൽ ആക്ഷൻ, 3 വോക്കൽ ആക്ഷൻ. അതായത് 1 മാനസികമായിട്ടുള്ള പ്രവൃത്തികൾ, 2 നമ്മുടെ സംസാരങ്ങൾ, 3 നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റു ആക്ഷനുകൾ. ഈ 3 കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ വളരെ നന്നായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയപ്പെടുന്നെന്നോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്നോ, എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ 3 ആക്ഷനുകൾ റൈറ്റ് ഡയറക്ഷനിലല്ല എന്നത് തന്നെയാണ്. ഈ 3 ആക്ഷനുകളും റൈറ്റ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ യഥാർത്ഥ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് നടക്കാതിരിക്കാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആക്ഷനുകളെ റൈറ്റ് ആക്ഷനിലേക്ക് കൊണ്ടുപോവുക? അതിലൊന്ന് മെൻ്റൽ ആക്ഷൻസ്. നിങ്ങൾ നോക്കൂ, നമ്മളിങ്ങനെ ചിന്തകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ചിന്തകൾ മാറി മാറി വരുന്നു, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ശരിക്കും വേണ്ട മെൻ്റൽ ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേണ്ട കാര്യത്തെക്കുറിച്ച് വളരെ ഫോക്കസോടുകൂടി ചിന്തിക്കുകയും ആ ചിന്തകളെ മറ്റു 2 ആക്ഷനിലേക്ക് കൊണ്ടുപോകുന്നതിനെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചിന്തകൾ മാറി മാറി വരുന്നതിന് പകരം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ചാടി പോകുന്നതിന് പകരം നിങ്ങൾ വേണ്ടതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫോക്കസ് ഉണ്ടായിരിക്കുക. ഫോക്കസിന് എന്ത് വേണമെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് അത് മനസ്സിലാക്കാം. 2 നമ്മുടെ വോക്കൽ ആക്ഷൻസ് എന്ന് പറഞ്ഞ വാക്കുകൾ. നമ്മൾ സംസാരിക്കുന്ന പല വാക്കുകളും പല കാര്യങ്ങളും നമുക്കെതിരാണ്. ഈ നമുക്കെതിരായി നമ്മൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? നമുക്കെതിരായി നമ്മൾ തന്നെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ കഴിയും? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നു. ഉദാഹരണമായിട്ട്, ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ആൾ ആഗ്രഹിക്കുകയാണ് ആ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിനെ. കഴിയില്ല. നിങ്ങളതിനെ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കൂ, എൻ്റെ പരിശ്രമങ്ങളിലൂടെ ഞാൻ അവിടേക്ക് എത്തിച്ചേരും. അതിനർത്ഥം എത്തിച്ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ്. എൻ്റെ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഞാൻ പ്രാപ്തനായിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? നിങ്ങളിപ്പോൾ പ്രതിസന്ധിയിലാണ്, പക്ഷേ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അതിനെ അതിജീവിക്കാൻ ഞാൻ പ്രാപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴികൾ തുറന്നു വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. വളരെ ശുഭചിന്തയോടുകൂടി ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്കോ എതിരായിട്ടുള്ള ഒരു വാക്ക് പോലും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ടിരിക്കുക. മറ്റൊരാളെ നിങ്ങൾ മോശമാക്കി പറയുകയോ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്താൽ പോലും യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെയാണ് മോശമാക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വേറൊരാളെ ചീത്ത വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചീത്ത വിളിക്കുന്നതിന് തുല്യമായ എഫക്റ്റാണ് നമ്മളിൽ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ റൈറ്റ് വെർബൽ ആക്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വാക്കുകളും സൂക്ഷിച്ച് പ്രയോഗിക്കുക. 3 ഏറ്റവും പ്രധാനമാണ് ഫിസിക്കൽ ആക്ഷൻസ്. നമ്മുടെ ഫിസിക്കൽ ആക്ഷൻസ് ഒരു വ്യക്തിക്കും എതിരാവാതിരിക്കുക, നമുക്കെതിരാവാതിരിക്കുക, ഈ ലോകത്തുള്ള ഒരു വ്യക്തിക്കും എതിരാവാതിരിക്കുക.
നിങ്ങളുടെ ഓരോ ആക്ഷനുകളും നിങ്ങളുടെ നിങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ആക്ഷനുകളാവുക. ഒരിക്കലും നിങ്ങളുടെ ഒരു ലക്ഷ്യവും മറ്റുള്ളവർക്കുള്ള എതിരായിട്ടുള്ളൊരു കാര്യമേ ആവുകയുമില്ല. നിങ്ങളുടെ വിജയം ഒരിക്കലും വേറൊരാളെ പരാജയപ്പെടുത്തലേ അല്ല. നിങ്ങളുടെ വിജയമായിട്ട് തന്നെ കാണാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കുന്ന ഓരോ ആക്ഷനുകളും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഊർജം തരുന്നു. എന്നാൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷനുകൾ ഏതെങ്കിലും ആൾക്ക് എതിരാണെങ്കിലോ നിങ്ങളുടെ ഊർജ്ജ നിലയെ താഴേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തെ നിങ്ങൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആക്ഷനിലേക്ക് എടുക്കുവാൻ. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുക, ഞാൻ എടുക്കുന്ന മെൻ്റൽ ആക്ഷൻ റൈറ്റ് ഡയറക്ഷനിലാണ്, ഞാൻ എടുക്കുന്ന വോക്കൽ ആക്ഷൻ റൈറ്റ് ഡയറക്ഷനിലാണ്, ഞാൻ എടുക്കുന്ന ഫിസിക്കൽ ആക്ഷൻസ് റൈറ്റ് ഡയറക്ഷനിലാണ്. ഇത് നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുക. നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, നല്ല സംസാരം, ഇതാണ് ശരിക്കും നമ്മളെ നല്ല വിജയത്തിലേക്ക് കൊണ്ടുപോവുക. വിജയം പെട്ടെന്നാക്കുവാൻ ഈ കാര്യങ്ങൾ നല്ല ഒരു ഡയറക്ഷനിലാണ് എങ്കിൽ നിങ്ങളത് പെട്ടെന്ന് സഹായിക്കും. അപ്രതീക്ഷിതമായ വിജയങ്ങളൊക്കെ കൈവരിക്കുവാൻ ഇത്തരം ആളുകൾക്കാണ് കഴിയുക. അപ്രതീക്ഷിതമായ വിജയങ്ങൾ എന്ന് പറയുമ്പോൾ അവർ എടുക്കുന്ന 5 ആക്ഷനുകൾക്ക് 10 ആക്ഷനുകളുടെ റിസൾട്ട് വരും. ചെറിയ ആക്ഷനുകൾ എടുക്കുമ്പോൾ തന്നെ വലിയ ആക്ഷനുകൾ എടുക്കുന്ന റിസൾട്ട് വരും. എന്താണ് കാരണം? അവരുടെ ചിന്തകൾ നേർവഴിയിലാണ്, സംസാരം നേർവഴിയിലാണ്, അവരുടെ പ്രവൃത്തികൾ നേർവഴിയിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേണ്ട റിസൾട്ട് ലഭിക്കണമെന്നില്ല. നമ്മൾ പറയുന്നത് വളരെ പോകുന്നത്, പ്രവർത്തിക്കുന്നത്, പറയുന്നത്, ചിന്തിക്കുന്നതെല്ലാം വളരെ റൈറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ള റിസൾട്ടും ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ യോഗ്യതയുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്കത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റൈറ്റ് ആക്ഷനിലൂടെ മുന്നോട്ട് പോവുക, റൈറ്റായിട്ടുള്ള സംസാരങ്ങളിലൂടെ മുന്നോട്ട് പോവുക, അതുപോലെ തന്നെ നല്ല ചിന്തകളിലൂടെ മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർ സാം. സ്മൈൽ വിഷസ്. താങ്ക് യു വെരി മച്ച്.